മനുഷ്യരെ കുടിയൊഴിപ്പിക്കാൻ ആസൂത്രിത നീക്കം നടത്തുന്നുവെന്ന് പി.വി. അൻവർ എം.എൽ.എ. വനനിയമ ഭേദഗതി വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം യു.ഡി.എഫ് പ്രവേശന ചർച്ചകൾ സജീവമാക്കി പി.വി. അൻവർ എം.എൽ.എ. യു.ഡി.എഫ് നേതാക്കളെ അൻവർ കാണും. പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച നടത്തും. നിലമ്പൂർ ഡി.എഫ് ഓഫീസ് മാർച്ചിനു പിന്നാലെയുണ്ടായ അൻവറിന്റെ അറസ്റ്റിനെ തുടർന്ന് യു.ഡി.എഫ് നേതാക്കൾ അനുകൂല സമീപനമാണ് സ്വീകരിച്ചത്. വനനിയമ ഭേദഗതി പാസായാൽ വനമുദ്യോഗസ്ഥർ ഗുണ്ടകളായി മാറുമെന്നും വനനിയമ ഭേദഗതിയുടെ ഭീകരത അറിയാനിരിക്കുന്നതേയുള്ളൂവെന്നും വനം വിസ്തൃതി കൂട്ടാൻ ശ്രമം നടക്കുന്നുവെന്നും മനുഷ്യരെ കുടിയൊഴിപ്പിക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നുവെന്നും പി.വി. അൻവർ എം.എൽ.എ. പറഞ്ഞു. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ വനമേഖലയുടെ വനം വിസ്തൃതി കൂട്ടാൻ ശ്രമം നടക്കുന്നുവെന്നും പുഴയുടെ അവകാശവും വനംവകുപ്പിന്റെ കീഴിലാക്കാനാണ് നീക്കമെന്നും എം.എൽ.എ. പറഞ്ഞു. വനം മന്ത്രി എന്തു സംഭാവനയാണ് കേരളത്തിന് നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. യു.ഡി.എഫ് അധികാരത്തിൽ വരണമെന്നും ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയം യു.ഡി.എഫ് ഏറ്റെടുക്കണമെന്നും തനിക്ക് എം.എൽ.എ. സ്ഥാനവും മറ്റു പദവികളും തരണ്ട എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്.